ഞാൻ ഗായത്രി, നീ എന്റെ കുട്ടിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നീ അവിടെ എല്ലാരും കാത്തിരിക്കുക. വാ. എന്റെ ബാഗ് പുറത്ത്. അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം. എന്താ ഫീസ് പോയോ? ഇത് ഗോപിച്ചെട്ടി പോലീസ് കുഞ്ചുണ്ണി മാമനും ഭവാനി അമ്മായും. അയ്യോ, നളിനി മാമി അടിച്ചു മാറ്റിയ ഗോവിന്ദേട്ടൻ. അയ്യോ, ഇതാര്? ബോംബെ വാല ശേഖരമാവനും ദേവേനാന്റി. അതിന് കുട്ടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ? പക്ഷെ എനിക്കറിയാം. 8 മാസം പ്രായമുള്ളപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ. അത് 8ാം മാസമല്ലേ? ഇപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി? ജഗജില്ലയാണല്ലേ? ഓ, ലോക ജഗജില്ലി. എന്താ സംശയമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്ന് കിട്ടി വായിന്ദ്ര ഇത്ര വർത്തമാനം? അതെ, ട്രെയിനില് പേടിച്ചോയോ? ബോംബ് പൊട്ടിയപ്പോ കരുതി എല്ലാം കഴിഞ്ഞൊന്ന്. പിന്നെ ഒരു പോറല് പോലും ഇല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഇനി മുതൽ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. ഷോ, ഞാൻ ഭയങ്കര വാരമായിപ്പോയില്ലേ? അയ്യോ, അതാരാ? അയ്യോ, പോവാതെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഗായത്രി. ഫീസ് പോയിട്ടൊന്നുമില്ലല്ലോ. ഒടുവിലെത്തി അല്ലേ? വല്യത്താൻ, എന്നെ ഓർമ്മയുണ്ട് വല്യത്താന്? ഒരു ദിവസമായിട്ട് വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പൊട്ടത്തലയും രുദ്രാക്ഷവും കുങ്കുമക്കുറിയും എല്ലാ കാറും കറക്റ്റാ. പ്രേതഭൂതങ്ങളൊക്കെ കൂട്ടിന് അല്ലേ? എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടെന്താ ഒന്നും വേണ്ടാതെ ബ്ലിങ്കസ് നിക്കണേ? ഗായത്രി കുട്ടി കൊള്ളാം, എനിക്കിഷ്ടായി. സന്ധ്യക്കെത്തുന്ന ദീപനാളം പോലെ ഇഷ്ടായി. സമാധാനമായില്ലേ എല്ലാവർക്കും? പിരിയാം, പോയി കിടന്ന് ഉറങ്ങാം. ഉറങ്ങാനോ? ഇന്നുറക്കില്ല. ആരെയും ഉറക്കില്ല. എന്തായി പറയണ കുട്ടിയെ? ഒന്ന് ബോംബെന്ന് ജീവൻ തിരിച്ചിട്ടതിന്റെ ത്രില്ല്, പിന്നെ ആലത്തൂർ തെക്കേ മടത്തി വന്ന് കയറിയതിന്റെ ത്രില്ല്. രണ്ടും കൂടെ ആവുമ്പോ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഇവിടെ പീക്കിരികളോ? ആ, കുട്ടിമാരെവിടെയെന്ന്? അവരൊക്കെ എപ്പോഴും ഉറങ്ങി. അനന്തവർഷം ഉറക്കല്ലോ. അത്തള പുത്തള തവളാച്ചി ചുക്കുമല്ലിരിക്കണ ചൂളാപ്പേ മറിയം വന്നു വിളക്കൂതി മണിക്കുട്ട മണ്ണൂസേ.
സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മികാ സർവരൂപാ മനോന്മണി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി വൃണപ്രിയാ മഹാരൂപാ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായാ മഹാസത്വ മഹാസഖ്യർ മഹാനദി വല്യത്ത ഉം, എത്ര നാളേക്ക് ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഈ പൂജയും മന്ത്രങ്ങളും 10 100 കൂടുന്നതാണ് സഹസ്രം. അങ്ങനെ 100 കൂട്ടി 10 നാളാണ് വിരാജിതം. എന്തേ? ഒന്നും മനസ്സിലായില്ല. ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ പറന്ന് നടക്കണവർക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ കാണില്ലേ, പഠിക്കുക എല്ലാം. എന്നാ വേറൊന്ന് ചോദിച്ചിട്ടോ വല്യത്ത? ചോദിച്ചോളൂ. ഈ കോലത്ത് പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോ കാണുന്ന ഒരു വലിയ കുളമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? കണ്ടു ഞാൻ. ആ, പിന്നെ ചോദ്യം എന്തിനാ? സ്വപ്നത്തിൽ കണ്ടു. മൂന്നാം യാമത്തിലെ സ്വപ്നം, അതേ ഓർമ്മിക്കാൻ പറ്റൂ. യാമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു കുളം ഇല്ല ഇവിടെ. ഉണ്ട്. കുട്ടി നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പൂജ കണ്ടിട്ടില്ല. ഉൾക്കാമ്പുള്ള പൂജയാണിത്. ശക്തിഭദ്രം. ആദ്യമായിട്ട് ഇതിന്റെ പരിധി വരുമ്പോ ഇങ്ങനെയൊക്കെ കാണും. പ്രാർത്ഥന മുടക്കണ്ട. മനസ്സേകാഗ്രമാക്കി ശ്രദ്ധിച്ച് പരദൈവങ്ങളെ വിളിക്കുക. പക്ഷെ എനിക്ക് കുളമൊന്ന് കാണണമല്ലോ. കാണാം. വടക്കേപ്പുറത്താണ്. അതിനു മുമ്പ് ഇതറിഞ്ഞിരിക്കുക. ഈ തെക്കേ മഠത്തിൽ ഭഗവതി ഇളകൊണ്ടിരിക്കണമെന്നറിഞ്ഞ് മുത്തശ്ശൻ കാർന്ന ഒരു തന്ത്രിയെ വരുത്തി. അർച്ചന ബിംബവുമായിട്ടാ തന്ത്രി വന്നത്. മുഹൂർത്തമായപ്പോ തന്ത്രി മോഹാത്സ്യപ്പെട്ടു വീണു. അന്ന് രാത്രി മഠത്തിലെ കന്യക പെൺകുട്ടി കാവില് വിളക്ക് കത്തിക്കാൻ പോയപ്പോ ഒരു മയില് പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു. പിന്നെ കന്യകയെ നോക്കി വട്ടം പറന്ന് ഒറ്റപ്പീലികൾ പൊഴിക്കാൻ തുടങ്ങി. കാവ് മുഴുവൻ പീലികൾ കൊണ്ട് നിറഞ്ഞപ്പോ മഠത്തിലെ ആൾക്കാർ കാണുന്നത് അന്തരീക്ഷം നിറയെ പറന്നു നടക്കുന്ന പീലിത്തുമ്പുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടക്കുന്ന ഒരു തേജസ്സുറ്റ പയ്യൻ നമ്പൂതിരിയെയാണ്. അതുവരെ ആരും കാണാത്ത നമ്പൂരി പയ്യൻ. കന്യകയെ പടവുകളിൽ നിർത്തി നേരെ കുളത്തിൽ മുങ്ങി നമ്പൂരി. പിന്നെ പൊങ്ങി വന്നില്ല. ആൾക്കാർ കുളം മുഴുവൻ മുങ്ങിത്തെറിഞ്ഞു. കിട്ടിയത് കുറെ പീലികളാ, കൂടെ ഭഗവതിയുടെ വിഗ്രഹവും. ആ വിഗ്രഹ പിന്നീട് മഠത്തിൽ പ്രതിഷ്ഠ വെച്ചത്. അങ്ങനെ നമ്പൂരിപ്പയ്യനായി വന്ന ഗന്ധർവൻ കന്യയെ കൈപിടിച്ച് ഇറക്കിയ കുളവാ കുട്ടി സ്വപ്നത്തിൽ കണ്ടത്. ഇനി പോവുക, പോയി കാണുക. എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി ഇങ്ങനെ ഒരു നാടകത്തിന്? എന്ത് പറ്റീന്ന്? ആത്മാക്കള് കയറിയിട്ടുണ്ടോന്നാ എന്റെ സംശയം. താമിണ്ടാണ്ടിരിക്ക. പൂജയെ കാണുന്ന നിസാരായിട്ടാ എങ്കിൽ അതല്ലാന്ന് കരുതിക്കോളൂ. ഹോമപ്പുകച്ചുരുൾ ആകാശത്തേക്ക് ഉയരുമ്പോ ചുറ്റുവട്ടം ആകെ ഒരു നിയത ശക്തിയാൽ തുള്ളാൻ തുടങ്ങും. അപ്പോഴാ അശരീകര ചെയ്തികള്. അപ്പൊ ആ കുട്ടി ഇന്നലെ കുളക്കടവിൽ വെച്ച് എന്റെ തുണി എടുത്ത് മാറ്റിയതോ? ഏത് കുട്ടി? ഗായത്രി. അവളെന്തിനാ അങ്ങനെ ചെയ്തേ? എനിക്കറിയില്ല. അപ്പോ നീ ഇങ്ങനെ തിരിച്ചും ചെയ്തു. അത് കിട്ടും നിനക്ക്. ഇനി മേലിങ്ങനൊന്നും വേണ്ട. പറഞ്ഞ മനസ്സിലാവണുണ്ടോ? പോകാ എന്നാ. നാരായണൻകുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആരുടെയും തുണി മാറ്റരുതെന്ന്. പോകാനോ മുമ്പിന്ന് ചുംബൻ. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ. തേവരശ്ശേരി തന്ത്രിപ്പാടിന് എന്തോ പറയണത്രേ. അഞ്ചാമടത്തിൽ പാപനാ കാണണേ. മൗഢ്യനും നീചനുമായ പാപൻ. ഒന്നാം പക്കം തന്നെ ആപത്താ. ഈ രാത്രിയില് എന്തും സംഭവിക്കാം.
മഴവില്ലു തോൽക്കുമെൻ അഴകേ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞുതാ മണിപ്പീലിയൊന്നു നീ അരികെ ഏഴില്ലം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയോ മാപാനി നീസനി സാസ നിസരി നീത മപനീസനി സാ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും നിസരി നീത പനിതാ പമഗരി നാഗസനി സാ മയിലായി മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ ഇന്നോട് നീ ആടെയൊന്നും പറഞ്ഞിട്ടില്ലടി ഇവിടെ മുടിയുള്ള ഒരാള് വന്ന് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. മോള് സ്വപ്നം കണ്ടടാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പൊന്നു മോള് കരയാതെ. കുട്ടിയെ എവിടെ നിന്ന് മാറ്റാ? ഒറ്റയ്ക്ക് കിടത്തണ്ട, മാറ്റാ. ആരാ ഈ മുടിയുള്ള ആള്? കുട്ടിമാണി അല്ലാണ്ടാരാ? കുട്ടിമാണിയല്ല, മുടിയുള്ള രാഹുലയം വലിയേട്ടൻ. മരിച്ചു എന്ന് കരുതി ശ്രാദ്ധം മുട്ടിയതാ വർഷങ്ങൾക്ക് മുമ്പ്. കുട്ടി സ്വപ്നം കണ്ട് ഭയന്നുവച്ചാ അയാളുടെ ആത്മാവിന് ഇപ്പോഴും ശാന്തി ലഭിച്ചിട്ടില്ല എന്നർത്ഥം.